Hey Siri, everything you want to know about Apple. Hi everyone, this is Abinse from Evika. നമ്മുടെ എല്ലാ ഐഫോൺ യൂസേഴ്സും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിജറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ iOS 16 ആയിട്ട് പോലും നമുക്കൊരു ഇൻട്രാക്റ്റീവ് വിജറ്റ് ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷൻസ് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു വിജറ്റിൽ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാനോ പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത പാട്ട് വെക്കാനോ അല്ലെങ്കിൽ നേരത്തെ കേട്ട പാട്ട് വെക്കാനോ നമുക്ക് പറ്റാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നമ്മൾ മ്യൂസിക് ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് പോകും, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ സെൻറ്റർ സ്വൈപ്പ് ഡൗൺ ചെയ്ത് നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ കൂടെ നമ്മൾ ആ ഒരു പാട്ട് മാറ്റുകയും ചെയ്യും. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മ്യൂസിക്സ് ഇൻട്രാക്റ്റീവ് വിജറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും നെക്സ്റ്റ് സോങ് എടുക്കാനും പ്രീവിയസ് സോങ് എടുക്കാനും സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും എല്ലാം നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ദിസ് ആപ്പ് മസ്റ്റ് ബി ഡൗൺലോഡഡ് പാർട്ട് 7. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് MD വിനൈൽ എന്ന്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നമുക്ക് നോർമലായിട്ടൊരു വെൽക്കം അവർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണക്ട് യുവർ മ്യൂസിക് ലൈബ്രറി എന്ന് നമുക്കുണ്ടാവും. നമ്മുടെ സ്പോട്ടിഫൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പോട്ടിഫൈ എന്നും, ആപ്പിൾ മ്യൂസിക് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ മ്യൂസിക്കിലേക്കും നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ആപ്പിൾ മ്യൂസിക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു പോപ്പ് ആയിട്ട് ചോദിക്കും ആ ഒരു ആപ്പിൾ മ്യൂസിക്കിലേക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യട്ടെ എന്ന്. അപ്പോൾ നമ്മളോട് യെസ് ടാപ്പ് ചെയ്യുക. അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആ ഒരു വിജിറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിൻ്റെ താഴത്ത് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടാകും 0 out of 150 സോങ്സ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് 150 പാട്ടുകൾ വരെ ഈ ഒരു ഇൻട്രാക്റ്റീവ് വിജറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പാട്ടുകൾ ഇൻട്രാക്റ്റീവ് വിജറ്റ്സ് ആയിട്ട് പ്ലേ ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ ഇതൊരു സിംഗിൾ ടൈം പേയ്മെൻ്റ് ആണ്. നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു സിംഗിൾ പേയ്മെൻറ്റ് ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് എങ്ങനെയാണ് നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ അപ്ഗ്രേഡ് നൗ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്ലേ അൺലിമിറ്റഡ് ഓഫ് സോങ്സ് ഇൻ ദ വിജറ്റ്സ്, റിമൂവ് ആഡ്സ്, ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എന്ന്. നമുക്കിവിടെ വരുന്നത് ഏകദേശം 179 രൂപയാണ് ലൈഫ് ടൈമിലേക്ക്. അല്ലെങ്കിൽ ഗെറ്റ് മോർ സോങ്സ് ഫോർ ഫ്രീ എന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇവർ കുറച്ച് ക്രൈറ്റീരിയാസ് പറയും. ഈ ഓരോ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ ഓരോ കടമ്പകൾ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ച് സോങ്സ് ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വിജറ്റ് ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ വിജറ്റ് സെക്ഷനിലാണ്. നമ്മൾ നേരെ ആ ഒരു ഹോം സ്ക്രീനിലേക്ക് പോവുക, നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ വിജറ്റ്സ് ആഡ് ചെയ്യുന്ന ആ ഒരു ഐക്കനെ ടാപ്പ് ചെയ്ത് നമ്മളിവിടെ മ്യൂസിക്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ വിജറ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാം. നമ്മുടെ നോർമൽ മ്യൂസിക്കിൻ്റെ വിജറ്റാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിജറ്റും നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരെ താഴത്തേക്ക് പോവുക. നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിജറ്റ് നമുക്ക് കിട്ടും. അവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചെറിയ വിജറ്റിൽ നമുക്ക് ആ ഒരു കൺട്രോൾ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടാറില്ല. പക്ഷേ നമുക്ക് ഈ ഒരു സെക്കൻഡ് സൈസിൽ നമുക്ക് എല്ലാ കൺട്രോളിങ്ങും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടും. തേർഡ് കൺട്രോളിങ് എന്ന് പറയുന്നത് കൺട്രോൾസ് എന്ന ഓപ്ഷനാണ്. ഫോർത്ത്, അതായത് നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിൽ മൂന്നാമത് വരുന്നതാണ് കുറേ അധികം കൺട്രോളിങ് വരുന്നത്. നമുക്ക് ഈ ഒരു വിജറ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 വിജറ്റ്സും ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 വിജറ്റ്സിൻ്റെയും ആ ഒരു വ്യത്യാസം നമുക്ക് നോക്കാം. നമുക്കൊരു പാട്ടെടുക്കാം. ആ ഒരു പാട്ടെടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഞാനൊരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു പാട്ട് നമുക്കിനി വിജറ്റ്സിൽ കൂടെ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ കാണുന്നുണ്ട് പോസ്ഡ് നിന്നാണ് കാണുന്നത്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അവിടെ എഡിറ്റ് വിജറ്റിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും കൺട്രോൾ സെൻറ്റർ അല്ലെങ്കിൽ ഷോ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കൺട്രോൾ സെൻറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോങ് നമുക്ക് ഇനി മാറ്റണമെന്നാണെങ്കിൽ ഞാൻ എൻ്റെ ക്യൂവിൽ വേറെ സോങ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ വേറൊരു സോങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. നമുക്കിവിടെ നെക്സ്റ്റിൽ ടാപ്പ് ചെയ്യാം. നെക്സ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മ്യൂസിക് മാറിയിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ വിജിറ്റ് ഇപ്പോഴും ബഗ് അടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനൊരു ചേഞ്ചോ അതിനൊരു മാറ്റങ്ങളോ ഇപ്പോഴും വന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാം. നമ്മുടെ ആ ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ വിജിറ്റ് നമ്മുടെ iOS 16 ബേറ്റ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ അത് ബഗ്ഗായിരിക്കാം. എന്നാൽ കൂടെ നമുക്കിവിടെ ഈ ഒരു പാട്ട് പെട്ടെന്ന് പോസ് ചെയ്യാനും അതേപോലെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഓരോ വട്ടം ഈ ഇൻട്രാക്റ്റീവ് വിജിറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ജസ്റ്റ് ഒരു പോപ്പ് ഇങ്ങനെ വരും. അതായത് ഇപ്പോൾ കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ടാപ്പ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പോപ്പപ്പ് ആവുന്നുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ഒന്നുമല്ല. എന്നാലും ആ ഒരു പോപ്പപ്പും കൂടെ ഇനി അപ്കമിങ് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ അതും കൂടെ ഒന്ന് റിസോൾവ് ചെയ്താൽ സൂപ്പറായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷനും അതേപോലെ തന്നെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ ചാനൽ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതേപോലുള്ള ഹെൽപ്ഫുൾ ടിപ്സ് ആൻഡ് ട്രിക്സും പിന്നെ ആപ്പിൾ ന്യൂസുകളും എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി കാര്യം ഞങ്ങൾ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും എല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോ നിങ്ങൾ പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനായിരിക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് എന്നോട് തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയും നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് thank you so much for watching this whole video. This is your Xavier signing from Erica.